ഇറാൻ അമേരിക്ക സമാധാന കരാറിൽ കടുത്ത അതൃപ്തിയിൽ ഇസ്രയേൽ. കരാർ വിവരങ്ങൾ അറിയിക്കണമെന്ന് ഇസ്രയേലിന്റെ അഭ്യർത്ഥന അമേരിക്ക തള്ളിയെന്നാണ് റിപ്പോർട്ടുകൾ. ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ നടപടികളിൽ താൻ അസന്തുഷ്ടനാണെന്നും ഉത്തരവാദിത്തത്തോടെ പെരുമാറണമെന്നും G7 ഉച്ചകോടിക്കിടെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. ഹിസ്ബുള്ളക്കെതിരായ നടപടി അവസാനിപ്പിച്ചില്ലെങ്കിൽ കനത്ത മറുപടി നൽകുമെന്നാണ് ഇസ്രയേലിന് ഇറാൻ സേനയുടെ മുന്നറിയിപ്പ്. ഇറാനിൽ വൻകിട നിക്ഷേപങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനായി $300 ബില്യൺ സ്വകാര്യ ഫണ്ട് രൂപീകരിക്കാൻ കരാറിൽ നിർദ്ദേശമുള്ളതായി റിപ്പോർട്ടുകളുണ്ട്. മധു കൊട്ടാരക്കര ചേരുന്നുണ്ട് വിവരങ്ങളുമായി. മധു, ഗുഡ് മോർണിംഗ്. ഒടുവിൽ ഈ സമാധാന കരാറിലേക്ക് ഡിജിറ്റലായി അതിന്റെ ധാരണാപത്രം ഒപ്പുവെച്ചു. ഇനി ആ കരാറിലേക്ക് ഫിസിക്കലായി ഒപ്പുവെക്കാൻ തീയതിയും കുറിച്ചു. അതിനിടയിൽ ഇസ്രയേലിന്റെ നടപടികൾ കല്ലുകടിയാവുന്നുണ്ടോ? അതിനോട് അമേരിക്ക നിശിതമായി തന്നെ ട്രംപിന്റെ വിമർശനവും ഉണ്ടാവുന്നു. ഗുഡ് മോർണിംഗ് ഗോകുൽ, ശ്രീനിധി. ഇസ്രയേലിന്റെ പല നടപടികളും ട്രംപിന് ഒരു കല്ലുകടി തന്നെയാണ്. പക്ഷേ ഇറാനെ സംബന്ധിച്ച് ഒരു വൻ വാർത്തയാണ് ഇപ്പോൾ റോയിട്ടേഴ്സ് പുറത്തുവിട്ടിരിക്കുന്നത്. ഇറാനിലേക്ക് വൻതോതിൽ നിക്ഷേപം ആകർഷിക്കുന്നതിനായി $300 ബില്യൺ, അതായത് ഏകദേശം 25 ലക്ഷം കോടി രൂപയുടെ സ്വകാര്യ ഫണ്ട് രൂപീകരിക്കാനാണ് ഈ അമേരിക്ക ഇറാൻ കരാറിലെ ഒരു പ്രധാന നിർദ്ദേശം. ഈ ഫണ്ടിലേക്കുള്ള പകുതിയിലധികം തുകയും ഇതിനകം തന്നെ പല സോഴ്സുകളിൽ നിന്ന് ഉറപ്പാക്കി കഴിഞ്ഞു എന്ന് വാർത്താ ഏജൻസി റോയിട്ടേഴ്സ് ആണ് അല്പം മണിക്കൂറുകൾക്ക് മുമ്പ് ഇത് ബ്രേക്ക് ചെയ്തിരിക്കുന്നത്. ഇത് തികച്ചും ഒരു സ്വകാര്യമായ നിക്ഷേപ ഫണ്ടാണ്. അതായത് പുനർനിർമ്മാണത്തിനോ അല്ലെങ്കിൽ യുദ്ധം മൂലമുണ്ടായ നഷ്ടപരിഹാരത്തിനോ വേണ്ടിയുള്ള ഒരു പദ്ധതിയല്ലെന്ന് ഈ സോഴ്സുകൾ റോയിട്ടേഴ്സിനോട് വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. കൂടാതെ ഇതിൽ യാതൊരുവിധ സർക്കാർ ഫണ്ടുകളോ അല്ലെങ്കിൽ ഗ്രാന്റുകളോ ഉൾപ്പെടുന്നില്ല. അമേരിക്ക, ഗൾഫ് അറബ് രാജ്യങ്ങൾ, അതുപോലെ ഏഷ്യ, അതുപോലെ ദക്ഷിണ അമേരിക്ക, ആഫ്രിക്ക എന്നിവിടങ്ങളിൽ നിന്നുള്ള മുൻനിര കമ്പനികളാണ് ഈ ഫണ്ടിലേക്ക് ഇപ്പോൾ ഈ സാമ്പത്തിക നിക്ഷേപം നടത്തുവാനായിട്ട് വാഗ്ദാനം ചെയ്തിട്ടുള്ളത്. ഇൻഫ്രാസ്ട്രക്ചർ, അതുപോലെ എനർജി, ട്രാൻസ്പോർട്ടേഷൻ തുടങ്ങിയ സുപ്രധാന മേഖലകളിലായിരിക്കും ഈ പ്രത്യേക ഫണ്ടിൽ നിന്നുള്ള നിക്ഷേപങ്ങൾ പ്രധാനമായിട്ട് ഉപയോഗിക്കുക. യുദ്ധം മൂലമുണ്ടായ നാശനഷ്ട പരിഹാരങ്ങൾക്ക് നമുക്കറിയാം, നേരത്തെ ഏതാണ്ട് $400 ബില്യൺ ഇറാൻ അമേരിക്കയോട് ആവശ്യപ്പെട്ടത്. എന്നാൽ ഈ ആവശ്യം ആദ്യം മുതൽക്ക് തന്നെ അമേരിക്ക നൽകാൻ കഴിയില്ലെന്ന് വ്യക്തമാക്കുകയായിരുന്നു. ഇത്തരം ഒരു സാഹചര്യത്തിലാണ് രണ്ട് രാജ്യങ്ങൾക്കും സമ്മതമുള്ള രീതിയിൽ പുതിയൊരു ഫൈനാൻഷ്യൽ സപ്പോർട്ട് എന്ന നിലയിലേക്ക് ഒരു ഫണ്ട് രൂപീകരിക്കാനുള്ള ഒരു ആശയം ഉയർന്നു വന്നത്. ഈ ഇൻവെസ്റ്റ്മെന്റ് പ്രോജക്റ്റിന് ഒരു പേര് നൽകിയിട്ടുണ്ട്. റീകൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെന്റ് ഫണ്ട് എന്നായിരിക്കും ഈ പേര് നൽകുക. ഇങ്ങനെ ഈ ഇറാനുമായിട്ടുള്ള കാര്യങ്ങൾ നടക്കുമ്പോൾ മറുവശത്ത് ഇസ്രയേൽ അവരുടെ അതൃപ്തി പരസ്യമായി ഓരോ ദിവസം കഴിയുന്തോറും പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുക. പ്രധാനമായിട്ടും ഈ കരാറിന്റെ കാര്യങ്ങൾ അമേരിക്ക അത് ഇസ്രയേലുമായിട്ട് പങ്കുവെച്ചില്ല. ആ ഒരു അതൃപ്തിയുണ്ട്. ഇപ്പോൾ ഈ ഫ്രാൻസിൽ നടക്കുന്ന G7 ഉച്ചകോടിയിലാണ് ഡൊണാൾഡ് ട്രംപ് ഇവിടെ വെച്ച് നെതന്യാഹുവിന്റെ ഈ സമീപകാല നീക്കങ്ങളിൽ തനിക്കുള്ള വിയോജിപ്പ് ഡൊണാൾഡ് ട്രംപ് വീണ്ടും തുറന്നു പറഞ്ഞിരിക്കുകയാണ്. അമേരിക്ക ഇല്ലെങ്കിൽ ഇസ്രായേൽ ഉണ്ടാകുമായിരുന്നില്ല. അത് മാത്രമല്ല, താൻ ചെയ്തതുപോലെ ഇതിനു മുമ്പ് ഒരു US പ്രസിഡന്റും ഇത്ര രീതിയിലുള്ള ഒരു അറ്റാക്ക് ഇറാനെതിരെ നടത്തുവാൻ തയ്യാറായിട്ടില്ലെന്നാണ് ട്രംപ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഗോകുൽ, ശ്രീനിധി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.